സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്യാവശ്യമായിട്ടുള്ള 49 വാക്യങ്ങളാണ്. ഇതിനെപ്പറ്റി ഒരുപാട് സീരീസ് നമ്മൾ ചെയ്താണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ തന്നെ നമുക്ക് 2021 ഒരു പ്രതിജ്ഞ എടുക്കാം, ഞാൻ ഈ വർഷം ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ളത്. ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നാമത്തെ പാഠം തൊട്ട് പഠിക്കുക. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഇട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു 1000 ലൈക്കാണ്. ഇത് ലൈക്കല്ല ഡിസ്ലൈക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും 1000 എത്തിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു 2-3 വാക്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ എഴുതുക. വർഷങ്ങളായി നിന്നെ കണ്ടിട്ട്. I haven't seen you in years. 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 നീ എവിടെയായിരുന്നു? Where have you been? Where have you been? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, Where did you go? Where did you go? അല്ലെങ്കിൽ Where were you? Where were you? Where have you been? Where did you go? Where were you? നീ എവിടെ പമ്മിയിരിക്കുകയായിരുന്നു? Where have you been hiding yourself? 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 നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? Haven't we met before? Haven't we met before? Haven't we met before? അയ്യോ, പേര് വിട്ടുപോയി കേട്ടോ. I'm sorry, I have forgotten your name. I'm sorry, I have forgotten your name. I'm sorry, I have forgotten your name. ഒരാൾ ടൂർ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? Did everything go okay? Did everything go okay? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, How did it go? How did it go? ഇപ്പോൾ ഡിഡ് എവറിത്തിങ് ഗോ ഓക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളതിനെ മലയാളീകരിച്ചാൽ നമുക്ക് വേറൊരു ഉത്തരവായിക്കരെ കിട്ടുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല, ഇത് ഉദ്ദേശിച്ച് ആണ് അവർ ചോദിക്കുന്നത്. ഡിഡ് എവറിത്തിങ് ഗോ ഓക്കെ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? എങ്ങനെ, നീ അടിച്ചു പൊളിച്ചോ? ഡിഡ് യു ഹാവ് ഫൺ? ഡിഡ് യു ഹാവ് ഫൺ? ഡിഡ് യു ഹാവ് ഫൺ? ഡിഡ് യു ഹാവ് ഫൺ? ഫോട്ടോ ഒക്കെ എടുത്തോ? ഡിഡ് യു ടേക്ക് എനി പിക്ചേഴ്സ്? Did you take any pictures? Did you take any pictures? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോട്ടോ ഒന്ന് കാണിക്കാവോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ എടുത്തോ എന്നല്ല, ഫോട്ടോ ഒന്ന് കാണിക്കാവോ. ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഒന്ന് കാണിക്കാവോ എന്നുള്ളതാണ്. Did you take any pictures? നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നോ? Did you bring me anything? 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 കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ സാധാരണ പോലെ സോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, same as always. Same as usual. So. Same as always. Same as usual. ശ്വാസം വിടാൻ പോലും സമയമില്ല. I don't have time to breathe. I don't have time to breathe. I don't have time to breathe. അല്ല, ഇങ്ങനെ വേണമെങ്കിലും പറയാം, I don't have time to think. I don't have time to think. I don't have time to think. ഒരു കാപ്പി കുടിച്ചാലോ? Do you have time for a coffee? Do you have time for a coffee? Do you have time for a coffee? അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, How about a cup of coffee? How about a cup of coffee? How about a cup of coffee? കണ്ടതിൽ ഒരുപാട് സന്തോഷം. Good to meet you. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രീതി വേണമെങ്കിലും പറയാം. Nice to meet you എന്ന് പറയാം, അല്ലെങ്കിൽ Nice meeting you എന്ന് വേണമെങ്കിൽ പറയാം. I'm glad to meet you എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ I am എന്ന് ഉപയോഗിക്കേണ്ട glad to meet you എന്ന് വേണമെങ്കിലും പറയാം. Good to meet you. Good to meet you. Nice to meet you. Nice to meet you. Nice meeting you. Nice meeting you. Glad to meet you. Glad to meet you. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? Do you know each other? 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 നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. I have heard so much about you. 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 നമ്മളൊരു മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടത് വളരെ സന്തോഷം കിട്ടും. We exchanged emails. It's nice to meet you in person. അവിടെ യു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി, We exchanged emails. It's nice to meet in person എന്ന് പറഞ്ഞാലും മതി. ഇനിയിപ്പോൾ ഇത് ഞാൻ ചേർക്കാനുള്ള കാരണം, ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, I watched your videos. It's nice to meet you in person എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞു. I watched your videos. It's nice to meet you in person. പേരൊന്നുകൂടെ പറയാമോ? പേരുകൾ ഞാനങ്ങ് പെട്ടെന്ന് വിട്ടുപോകും. I'm sorry, I didn't catch your name. I'm terrible at names. I'm sorry, I didn't catch your name. I'm terrible at names. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? How are things? How are things? How are things?
അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഹൗ ആർ തിങ്സ് വിത്ത് യു, ഹൗ ആർ തിങ്സ് വിത്ത് യു, ഹൗ ആർ തിങ്സ് വിത്ത് യു. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഹൗ ആർ തിങ്സ് ഗോയിങ്, ഹൗ ആർ തിങ്സ് ഗോയിങ്, ഹൗ ആർ തിങ്സ് ഗോയിങ്. കണ്ടത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്, പക്ഷേ ഒട്ടും സമയമില്ല കേട്ടോ, പിന്നെ കാണാവേ. വെൽ അരുൺ, ഇറ്റ്സ് റിയലി ഗുഡ് ടു സീ യു ബട്ട് ഐ റിയലി മസ്റ്റ് ഗോ. വെൽ അരുൺ, ഇറ്റ്സ് റിയലി ഗുഡ് ടു സീ യു ബട്ട് ഐ റിയലി മസ്റ്റ് ഗോ. ഇവിടെ ഈ വെൽ എന്നുള്ളത് ഉപയോഗിച്ച് ചുമ്മാ ഒരു ഫില്ലറാണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതായത് എന്നൊക്കെ പറയത്തില്ല, ചുമ്മാ ഒരു കാര്യമൊന്നുമില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വെൽ. അതിന് ഫില്ലേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വെൽ അരുൺ, ഇറ്റ്സ് റിയലി ഗുഡ് ടു സീ യു ബട്ട് ഐ റിയലി മസ്റ്റ് ഗോ. നമുക്ക് എപ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ സമയമില്ല, ഞാൻ പോവാന്ന് പറയാൻ വേണ്ടി വളരെ കാഷ്വലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ലെറ്റ്സ് ഡു ലഞ്ച് സം ടൈം, ലെറ്റ്സ് ഡു ലഞ്ച് സം ടൈം, ലെറ്റ്സ് ഡു ലഞ്ച് സം ടൈം. അത് ഇച്ചിരി അത്യാവശ്യമുണ്ട്, പിന്നെ സംസാരിക്കാം കേട്ടോ. ഐ റിയലി ഹാവ് ടു ഗോ നൗ, വിൽ ടോക്ക് സം ടൈം. ഐ റിയലി ഹാവ് ടു ഗോ നൗ, വിൽ ടോക്ക് സം ടൈം. ഐ റിയലി ഹാവ് ടു ഗോ നൗ, വിൽ ടോക്ക് സം ടൈം. ആരും എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ദർ ഇസ് സമൺ ഓൺ ദി അതർ ലൈൻ, ഐ വിൽ കോൾ യു ലേറ്റർ. There is someone on the other line, I will call you later. There is someone on the other line, I will call you later. എടാ, ബോസ് കാണുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് വെച്ചേക്കുവാണേ. I have to get back to work before my boss sees me. I have to get back to work before my boss sees me. ഞാൻ ജോലിയിലേക്ക് തിരിച്ചു പോകണം ബോസ് കാണുന്നതിന് മുമ്പ്. പക്ഷേ അത്രയൊക്കെ അങ്ങ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നതാണല്ലോ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ചാൽ അല്ലേ. I have to get back to work before my boss sees me. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ. I'll call you when I get home. I'll call you when I get home. I'll call you when I get home. നീ പറഞ്ഞതിനോട് ഞാൻ 100% അംഗീകരിക്കുന്നു, യോജിക്കുന്നു. I agree with you 100%. I agree with you 100%. I agree with you 100%. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നീ പറഞ്ഞത്. You took the words right out of my mouth. You took the words right out of my mouth. You took the words right out of my mouth. ഇത് മതി, ഇത് നല്ലതാണ്. It will serve the purpose. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇറ്റ്സ് ഐഡിയൽ. ഇറ്റ് വിൽ സെർവ് ദ പർപ്പസ്, ഇറ്റ്സ് ഐഡിയൽ. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഇവിടെ ഉപയോഗിക്കാം. ഞാൻ ചുമ്മാ ഒരെണ്ണം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നീ പറഞ്ഞ് എനിക്ക് മനസ്സിലായി കേട്ടോ. ഐ സീ വാട്ട് യു ആർ സേയിങ്, ഐ സീ വാട്ട് യു ആർ സേയിങ്, ഐ സീ വാട്ട് യു ആർ സേയിങ്. അല്ലെങ്കിൽ ഇങ്ങനെ വേണം പറയാം, ഐ നോ വാട്ട് യു മീൻ, ഐ നോ വാട്ട് യു മീൻ, ഐ നോ വാട്ട് യു മീൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ ഗോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്, I got it. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Am I making sense? Am I making sense? Am I making sense? Does that make any sense? Does that make any sense? Does that make any sense? ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. പറ്റത്തില്ല കേട്ടോ, ഒരു രക്ഷയില്ല. Nope, nope, nope. അല്ലെങ്കിൽ no way, no way, no way. Nothing doing, nothing doing, nothing doing. നീ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, you are wrong. You are wrong. അല്ലെങ്കിൽ റോങ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. You are wrong. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, you have got that wrong, you have got that wrong, you have got that wrong. നീ പറഞ്ഞ മുഴുവൻ തെറ്റാണ്. That's a lot of crap, that's a lot of crap, that's a lot of crap. അല്ലെങ്കിൽ that's a big fat lie, that's a big fat lie. ഒരു വലിയ കള്ളമാണ് നീ പറഞ്ഞത്. That's a big fat lie. നീ മുഖത്തോട് നോക്കി പറ, ലുക്ക് മീ ഇൻ ദ ഐ ആൻഡ് സേ ദാറ്റ്, ലുക്ക് മീ ഇൻ ദ ഐ ആൻഡ് സേ ദാറ്റ്. അവിടെ ഈ കണ്ണാണല്ലോ ഐ എന്ന് ഉദ്ദേശിക്കുന്നത്, പക്ഷെ നമ്മൾ സാധാരണ എങ്ങനെയാണ് മുഖത്തേക്ക് നോക്കി പറയാനല്ലേ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇംഗ്ലീഷാണ് ലുക്ക് മീ ഇൻ ദ ഐ ആൻഡ് സേ ദാറ്റ്, ലുക്ക് മീ ഇൻ ദ ഐ ആൻഡ് സേ ദാറ്റ്. അത് അംഗീകരിക്കാനേ പറ്റത്തില്ല. ദാറ്റ്സ് ഇൻസൈൻ, ദാറ്റ്സ് ഇൻസൈൻ, ദാറ്റ്സ് ഇൻസൈൻ. അല്ലെങ്കിൽ ദാറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. നീ എന്നാതെങ്ങനെ ഈ പറയുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? What are you talking about? What are you talking about? You don't know what are you talking about. You don't know what are you talking about. You don't know what are you talking about. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഞാൻ പറയുന്നതല്ല നീ ശ്രദ്ധിക്കുന്നുണ്ടോ? Are you listening to me? Are you listening to me? Are you listening to me? അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചോദിക്കാം, Are you paying attention? Are you paying attention? Are you paying attention? ഞാൻ കേൾക്കുന്നുണ്ട്. I hear you. അല്ലെങ്കിൽ I heard you. I'm listening. I'm listening. I hear you. I heard you. I'm listening. അത് നീ കേട്ടായിരുന്നോ? അല്ലെങ്കിൽ അറിഞ്ഞായിരുന്നോ? എന്തെങ്കിലുമൊക്കെ റൂമറൊക്കെ ആയിരിക്കും അല്ലേ. Have you heard? Have you heard? Did you hear what happened? Did you hear what happened? Did you hear the news? Did you hear the news? Did you hear the news? നീ ഇത് വിശ്വസിക്കത്തില്ല. You won't believe this. You won't believe this. അല്ലെങ്കിൽ അരുൺ ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നീ വിശ്വസിക്കത്തില്ല.
You won't believe what Arun told me. You won't believe what Arun just told me. You won't believe what Arun just told me. നീ പറഞ്ഞ എല്ലാം തെറ്റാണ്, അങ്ങനെയല്ല കാര്യങ്ങൾ. You have got it all wrong. You have got it all wrong. You have got it all wrong. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? What's a point? What's a point? What's a point? അല്ലെങ്കിൽ what are you trying to say? What are you trying to say? What are you trying to say? ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി മോശം വാക്കുകളൊക്കെ സംസാരിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞത്. പ്ലീസ് പാർഡൺ മൈ ഫ്രഞ്ച്. ഇവിടെ ഫ്രഞ്ച് എന്നുള്ള ഫ്രഞ്ച് ഭാഷ എന്നല്ല, അവിടെ ഇച്ചിരി മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്ലീസ് പാർഡൺ മൈ ഫ്രഞ്ച്. പ്ലീസ് പാർഡൺ മൈ ഫ്രഞ്ച്. പ്ലീസ് പാർഡൺ മൈ ഫ്രഞ്ച്. നീ കാര്യം എന്താണെന്നൊന്ന് കൃത്യമായിട്ട് പറയാം. ഗീവ് ഇറ്റ് ടു മീ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷ്. ഗീവ് ഇറ്റ് ടു മീ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷ്. ഗീവ് ഇറ്റ് ടു മീ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. നീ ചുമ്മാ ഇങ്ങനെ വളച്ചു കെട്ടി കാര്യം പറയുന്നതാണല്ലോ. ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. അതല്ല ഞാൻ പറയുന്നത് എൻ്റെ സഹോ. നീ പറഞ്ഞ വേറെ കേസാണ്. ദാറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ദാറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. That has nothing to do with what I am talking about. അല്ല, ഇങ്ങനെ വേണം പറയാം. That's another story. That's another story. That's another story. ഞാൻ അത് ഒന്നുകൂടെ പറയാം. Let me repeat myself. Let me repeat myself. Let me repeat myself. നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ടു, ഒരു റൂമർ കേട്ടു. നമ്മൾ ആരൊക്കെ അറിഞ്ഞാൽ കേട്ടോ. ആരാ പറഞ്ഞ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഐ ഹേർഡ് ഇറ്റ് ത്രൂ ദി ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ റൂമർ എന്നാണ്. സാധാരണ ഓഫീസിലൊക്കെ ഉള്ള റൂമറിനാണ് എന്ത് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹേർഡ് ഇറ്റ് ത്രൂ ദി ഗ്രേപ്പ് വൈൻ. ഐ ഹേർഡ് ഇറ്റ് ത്രൂ ദി ഗ്രേപ്പ് വൈൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.